ബീഹാറിൽ നിർണായക യാദവ വോട്ടുകൾ ലക്ഷ്യമിട്ടുള്ള ബിജെപിയുടെ ബീഫ് പ്രചാരണം ഗുണം ചെയ്യാൻ സാധ്യതയില്ലെന്ന് ഞങ്ങളുടെ പറ്റ്ന ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ബീഫിനേക്കാൾ സംവരണ വിഷയമാണ് വോട്ടർമാരെ സ്വാധീനിച്ചിരിക്കുന്നത്. യാദവർ തന്റെ ആൾക്കാരാണെന്ന നരേന്ദ്രമോദിയുടെ പ്രസ്താവനയ്ക്കും യാദവർക്കിടയിലെ ലാലുവിന്റെ ആധിപത്യം ഇളക്കാനായിട്ടില്ല. ബീഹാറിലെ യാദവ ഗ്രാമങ്ങളിലേക്ക് ചെന്നാൽ കാഴ്ച ഇതാ ഇങ്ങനെയാണ്. ഓരോ വീട്ടിലും ചുരുങ്ങിയത് ഒന്നിലധികം പശുക്കളെങ്കിലും ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ലാലു പ്രസാദ് യാദവിന്റെ ബീഫ് പരാമർശം ബിജെപിക്ക് രാഷ്ട്രീയ ആയുധമായി മാറുന്നത്. ജഹാനാബാദ് ഗയ അതിർത്തിയിലെ ഈ യാദവ് ഗ്രാമത്തിൽ ആൾക്കാർ കൂടുന്നിടത്തൊക്കെ തിരഞ്ഞെടുപ്പ് ചർച്ചകൾ കൊഴുക്കുന്നുണ്ട്. ഹിന്ദുക്കൾ ബീഫ് കഴിക്കാറുണ്ടെന്ന ലാലു പ്രസാദ് യാദവിന്റെ പരാമർശവും അത് തള്ളി യാദവർ തന്റെ ആൾക്കാരാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞതുമൊക്കെ ചർച്ചയിൽ ഇടം നേടുന്നു. എന്നാൽ ലാലു പ്രസാദ് യാദവിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കായ സംസ്ഥാനത്തെ 14% വരുന്ന യാദവർക്കിടയിൽ ബിജെപിയുടെ ബീഫ് പ്രചാരണം ഏശിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവരുടെ മറുപടി ഇങ്ങനെ: जब जैसे समझिए कास्ट रहते या मत नहीं तो उन्हीं को पड़ेगा। हाँ, विकास तो खैर करवे के नीतीश जी, अब लालू जी, और लालू जी तो बहुत किए. സന്യാസികളും ബീഫ് കഴിച്ചിരുന്നുവെന്ന RJD നേതാവ് രഘുവംശ് പ്രസാദിന്റെ വാക്കുകളിലും ഗ്രാമീണർ തെറ്റുകാണുന്നില്ല. लेकिन छोटा मोटा के विवाद पर लेके शिकायत इनको डिमोरलाइज किया जा रहा है, इसलिए कोई फर्क नहीं है. ബീഫിനേക്കാൾ യാദവ ഗ്രാമങ്ങളിലെ രാഷ്ട്രീയ ചർച്ചയിൽ ഇടം നേടിയിരിക്കുന്നത് ലാലു പ്രസാദ് യാദവ് സംസ്ഥാനം മുഴുവൻ നടന്നു പ്രസംഗിക്കുന്ന RSSന്റെ സംവരണ വിരുദ്ധ നിലപാടാണ്. എന്തുകൊണ്ട് ലാലുവിന് വോട്ട് ചെയ്യുന്നുവെന്ന് ചോദിച്ചാൽ നിവർന്നു നിന്ന് സംസാരിക്കാൻ अधिकारम നൽകിയതിനെന്ന് മറുപടി: लालू यादव तो करवे किया है और बोले के अधिकार दे दिया तो बड़का काम हो गया कि हर जात के इकट्ठा कर दिया. യാദവ വോട്ടുകൾ ലക്ഷ്യമിട്ടുള്ള ബീഫ് പ്രചാരണം ആദ്യഘട്ടങ്ങളിൽ ഗുണം ചെയ്തിട്ടില്ലെന്ന് ബിജെപി തന്നെ തിരിച്ചറിഞ്ഞ മട്ടിലാണ് കാര്യങ്ങൾ. ബീഫല്ല വികസനമാണ് മുഖ്യ വിഷയമാക്കേണ്ടതെന്ന് താരപ്രചാരകർക്ക് നേതൃത്വം നിർദ്ദേശം നൽകി കഴിഞ്ഞു. ബീഫ് പരാമർശം കൊണ്ട് മാത്രം ലാലുവിന്റെ പരമ്പരാഗത യാദവ വോട്ട് ബാങ്കുകളിൽ വലിയ വിള്ളലൊന്നും വീഴില്ലെന്നാണ് ബീഹാറിലെ യാദവ ഗ്രാമങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ജഹാനാബാദിൽ നിന്നും ക്യാമറാമാൻ ഫൈസൽ നിൽക്കുന്നതോടൊപ്പം M ഉണ്ണികൃഷ്ണൻ, റിപ്പോർട്ടർ.